തിരഞ്ഞെടുപ്പ് ഒരു നടപടിക്രമമല്ല, അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഹൃദയധ്വനി. നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ മണ്ഡലത്തിന്റെ കഥയെ മാറ്റി തീർക്കുന്ന ശക്തിയാണ്. വോട്ട് രാഷ്ട്രീയത്തിന് അതീതമായി നല്ല വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കും. ഒരു നല്ല സ്ഥാനാർത്ഥി സമൂഹത്തെ മാറ്റിമറിക്കും. പക്ഷേ തെറ്റായ തെരഞ്ഞെടുപ്പ് വർഷങ്ങളിലെ പുരോഗതി തടയും. നമ്മുടെ വോട്ട് നമ്മുടെ ശബ്ദമാണ്, മൗനം ഒരു പരിഹാരമല്ല. പൗരന്മാർ സജീവമാകുമ്പോഴാണ് ജനാധിപത്യം ശക്തമാവുന്നത്. മാറ്റത്തിനായി കാത്തിരിക്കേണ്ട, ഒരു വോട്ടിലൂടെ നമുക്ക് മാറ്റം സൃഷ്ടിക്കാം. നേതാക്കളെ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് നയിക്കാൻ വോട്ട് നമുക്ക് ശക്തി നൽകുന്നു. സത്യനിഷ്ഠയും കർത്തവ്യബോധമുള്ള നേതാക്കളെ തിരഞ്ഞെടുക്കുക. വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരു സ്ഥാനാർത്ഥിയുടെ സ്വഭാവവും വിശ്വാസത്തെയും വിലയിരുത്തുക. നമ്മെ കേൾക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഉത്തരവാദിത്തത്തോടെ നമ്മളെ നയിക്കുന്നവർക്ക് വേണ്ടിയായിരിക്കണം ഇത്തവണത്തെ വോട്ട്. വിവരസമ്പന്നമായ തിരഞ്ഞെടുപ്പിലാണ് ശക്തമായ നേതൃപരമ്പര തുടങ്ങുന്നത്. നമ്മുടെ വോട്ട് ഭാവി തലമുറയുടെ ഭാവി നിർണ്ണയിക്കുന്നു. യഥാർത്ഥ അധികാരം സ്ഥാനങ്ങളിലല്ല, ജനങ്ങളുടെ വോട്ടിലാണ്. ഒറ്റ വോട്ട് അത് ചെറുതായി തോന്നും, പക്ഷെ ഒന്നിച്ചാൽ അത് രാജ്യത്തെ മാറ്റും. സമ്മർദ്ദം, വികാരം, ജനപ്രീതി എന്നിവയെ അടിസ്ഥാനമായിട്ടുള്ള വോട്ടുകളൊക്കെ ബുദ്ധിപരമായി തിരഞ്ഞെടുക്കും. പ്രേക്ഷകരാകാതെ പൗരൻ എന്ന നിലയിൽ വോട്ട് ചെയ്യുക. വികസനം, സുരക്ഷ, വിദ്യാഭ്യാസം, അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വോട്ടിനനുസരിച്ചാണ്. ചോദ്യം ചോദിക്കുന്ന, വിവേകപരമായി ചിന്തിക്കുന്ന, ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുക്കുന്ന പൗരന്മാരുണ്ടെങ്കിൽ ജനാധിപത്യം വളരും. നമ്മളെ വിഭജിക്കുന്നവരെയല്ല, ഐക്യത്തോടെ നയിക്കുന്നവരെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. നമ്മളുടെ സമ്മതിദാനാവകാശം ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമാണ്. അതിൽ പങ്കെടുക്കാൻ മറക്കരുത്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്ന് നമ്മെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നവർക്ക് വേണ്ടിയാണ് നാം വോട്ട് ചെയ്യേണ്ടത്.